ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നെല്ലിയാമ്പതിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് നെല്ലിയാമ്പതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ദേ ഈ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ നാത്തൂൻ. അപ്പോൾ പിന്നെ ഇത് എൻ്റെ അനിയൻ്റെ മക്കളാട്ടെ രണ്ടുപേരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിതേ നെന്മാറയിൽ നിന്ന് നെല്ലിയാമ്പതിയിലോട്ടുള്ള റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഈ വഴി കൂടെ പോകുമ്പോൾ. എന്ത് രസം നോക്കിയാൽ കാണാനായിട്ട്. പക്ഷേ ഈ കാണുന്നത്ര ഒരു തണുപ്പില്ല കേട്ടോ. നല്ല വെയിലുണ്ടായിട്ടോ. ഈ താഴേന്ന് കയറുമ്പോഴത്തേക്കും മുകളിൽ പോയി കഴിയുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. എന്നാലും പണ്ടത്തെ അത്ര ഒരു തണുപ്പൊന്നും ഇപ്പം ഇല്ല കേട്ടോ നെല്ലിയാമ്പതിയിൽ. അപ്പം നമ്മളിങ്ങനെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അട്ടയുടെ ശല്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അട്ടയുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റേ മൂക്കുപൊടി ഇട്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ആയിട്ടാണ് പോണത്. ഇനി എത്ര പേർക്ക് അട്ടയുടെ കടി കൊള്ളുന്നൊന്നും അറിയില്ല. പക്ഷെ പോണ വഴി ഒരു രക്ഷയില്ലാത്ത വഴിയാണ് കേട്ടോ. ഡ്രൈവറാണ് ഇത്. ഇതാണ് എൻ്റെ ഈ അമ്മ. ഇത് ഇവ, ഇത് അബു, ഇത് കൊക്കു, ഇത് പിന്നെ ചപ്പൻ. പിന്നെ ബാക്കിൽ ഒരാളും കൂടെ ഉണ്ട്. നമ്മളെ കണ്ടിട്ടുണ്ടോ? സ്വിമ്മിംഗ് പൂൾ ഇല്ല അവിടെ, ഒന്നുമില്ല അതിനാണോ? നോർമലി നമ്മൾ നെല്ലിയാമ്പതിയെ പോകുമ്പോൾ ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പാണ് കേട്ടോ പോകാറുള്ളത്. ഇതിനു മുമ്പും കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. എപ്പോഴും 1 ഡേ ട്രിപ്പാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു ഒന്ന് മാറ്റി പിടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഇന്നവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നെല്ലിയാമ്പതിയിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ അകത്തോട്ട് പോയിട്ടാണ് കേട്ടോ നമ്മുടെ സ്റ്റേ ഉള്ളത്. അപ്പോൾ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പോയി ചാടുന്നു. റേഞ്ച് വന്ന ആരെങ്കിലും ഫോണില് നെല്ലിയാമ്പതി വരെയും നമ്മൾ നമ്മുടെ വണ്ടിയിൽ പോയിട്ട് നമ്മുടെ വണ്ടി പിന്നെ അവിടെ നിർത്തും കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ ജീപ്പിൽ അവർ തന്നെയാണ് ഈ നമ്മൾ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടുത്തെ ആൾക്കാർ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതേ പോണ വഴിക്ക് ഇങ്ങനെ കുരങ്ങനെയും മലയെണ്ണാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായി കേട്ടോ. എല്ലാത്തിലും അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി എത്തി. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സേഫായിട്ട് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും നൈറ്റ് ഇന്ന് സ്റ്റേ ആണല്ലോ. അങ്ങനെ നമ്മളെ കൊണ്ടുപോകാനുള്ള ചേട്ടൻ എത്തിയിട്ടുണ്ട്. നമ്മളിതേ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും പതുക്കെ ഇങ്ങനെ കുലുങ്ങിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നല്ല ടെറർ വഴി വരാനുള്ളത് കേട്ടോ. നല്ല ടെററായിട്ടുള്ള റോഡാണ് അങ്ങോട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം. എങ്ങനെയുണ്ടമ്മോ? സാനപ്പിണ്ടം
അപ്പോൾ മാക്സിമം വോയിസ് ഓവർ കൊടുക്കാതെ ഇങ്ങനെ തന്നെ വീഡിയോ ഇടാനോ ഞാൻ നോക്കാട്ടോ, എന്നാലേ ആ ഒരു വൈബ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ അനിയന്മാരാട്ടോ, ഇവർ രണ്ടുപേരും. വൈറ്റ് ഇട്ടത് എൻ്റെ നേരെ താഴെയുള്ളത് അതിൻ്റെ ഏറ്റവും ഇളയതാണ് മറ്റേ അപ്പുറത്തിരിക്കുന്ന അനിയൻ. ഈ മൂത്ത അനിയൻ്റെ മോളാണ് കേട്ടോ. അവർക്ക് അവന് 2 പെൺകുട്ടികളാണ്. അത് ദേ അവൻ്റെ കൂടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതളും പിന്നെ ക്രിസ്റ്റോടെ എൻ്റെ അനിയൻ്റെ ഭാര്യ മരിയ, അവർ രണ്ടുപേരും ഫ്രണ്ടിലിരിപ്പുണ്ട്. കൊച്ചുള്ളത് കൊണ്ട് അവളെ സേഫ് ആക്കിയിട്ട് നമ്മളതേ ഫ്രണ്ടിലിരുത്തിയിട്ടുണ്ട്. കുക്കുടോ അപ്പോൾ നമുക്ക് പോകാനുള്ള വഴി ഇതാണ് കേട്ടോ. ഇതൊക്കെ വളരെ നല്ല വഴികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നോർമലി ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന വ്യൂ പോയിൻ്റ് ഇല്ലേ, അങ്ങോട്ടുള്ള വഴിയാണ് കേട്ടോ. അവിടെ നിന്നും പിന്നെയും കുറേ അകത്തോട്ട് നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നോർമൽ ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു റൂട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്തോട്ട് അങ്ങനെ വേറെ വണ്ടികളൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് കുറച്ച് ഏരിയയൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ഒരുപാട് റോഡൊക്കെ പൊട്ടി അലമ്പായി കഴിയുമ്പോൾ കുറച്ചൊന്ന് കോൺക്രീറ്റ് ഇടും. പക്ഷേ ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ഒരു 2-3 മാസം കൊണ്ട് തന്നെ അതൊക്കെ ഫുള്ള് ഇങ്ങനെ വണ്ടി പോയിട്ട് തന്നെ പൊട്ടിപ്പോകുന്ന കേട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മളതേ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് വന്നിട്ട് ട്രക്കിങ്ങിന് നമ്മളിങ്ങനെ വണ്ടി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് അവർ ഈ വ്യൂ പോയിന്റ് കൊണ്ടുവരും. അതുകൊണ്ട് പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. നോർമലി 3 എണ്ണമാണ് ഇവിടെ ഉള്ളത്. അതിൽ നോർമലി 2 എണ്ണത്തിലാണ് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എന്താണെങ്കിലും എത്തിയിട്ടുണ്ട്. അത് എണ്ണപ്പനയാണോ നോക്കുന്നത്? പന പോലത്തെ മരം അവിടെ കണ്ടോ? ആണോ? എടാ നിൽക്കാൻ സെൽഫി എടുക്കണ്ടേ? Bluetooth mode paired. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ട്രക്കിങ്ങിന് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയുടെ നമ്പറും, അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം സ്റ്റേ ചെയ്യാൻ പോവുകയാണല്ലോ, അപ്പോൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളവിടെ കൊടുക്കാനുണ്ട്.
അമ്മ എങ്ങനെയുണ്ട്? വളരെ സിമ്പിളായിട്ടുള്ള ഒട്ടും ദുർഘടമല്ലാത്ത വഴി കൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ ഭയങ്കര നല്ല പക്ഷേ അടിപൊളിയായിട്ട് നല്ല രസമാണ്. എനിക്കും എല്ലാവരും ശരിക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. Bluetooth mode. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോർമൽ ടൂറിസ്റ്റുകൾ വരുന്ന റൂട്ട് തന്നെയാണ്. നമ്മുടെ സ്റ്റേയുടെ സ്ഥലത്തോട്ട് പോണ റൂട്ടിലോട്ട് കയറിയിട്ടില്ല കേട്ടോ. നോർമലി ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തലയൊക്കെ നല്ല ഇടി അടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ലൊരു ഇടി കിട്ടി. ഫോണൊക്കെ കയ്യിൽ നിന്ന് തെറിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രമാത്രം കുലുങ്ങിയാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല വൈബാണ്. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിങ്ങനെ കുലുക്കവും അതൊക്കെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ട്രാവലിംഗ്. അതല്ലാതെ ഇങ്ങനെ ട്രക്കിങ് ഇങ്ങനത്തെ റോഡിലൂടെ പോകാൻ പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കസിൻസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഈ ഒരു വഴി കൂടെയൊക്കെ പോകാനായിട്ട്. അതല്ലാതെ നമ്മളിങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വൈബ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ട്രക്കിങ്ങിന് പോകാൻ പറ്റുക. അതുപോലെ തന്നെ ഡ്രൈവർ ചേട്ടനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.
ഞങ്ങളുടെ ജീപ്പ് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റ് ആയിട്ട് പാർക്ക് ചെയ്തേക്കാണ്. പാർക്ക് ചെയ്തൊക്കെ നോക്കിയേ, നോക്ക്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഒരേ പുള്ളിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പാർക്ക് ചെയ്തേക്കാൻ നിങ്ങൾ കണ്ടല്ലോ. ഈ പാറയുടെ മേളിൽ കൂടെയൊക്കെ വന്നിട്ട് അവിടെ ഒരു വലിയ പാറയുണ്ട്, അതിൻ്റെ മുകളിലോട്ട് ഈ ഫുൾ ലോഡ് ഞങ്ങൾ ഇത്ര ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളെയും വെച്ചിട്ടാണ് ചേട്ടൻ ഈ പാറയുടെ മുകളിലോട്ട് ഈ വണ്ടി കയറ്റി പാർക്ക് ചെയ്തിരിക്കുന്നത്. അയ്യോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയുണ്ടായില്ല. ഫസ്റ്റ് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിട്ടോ, ഇങ്ങനെ കയറ്റുമ്പോഴത്തേക്ക് നോക്കിയേ ജീപ്പ് നിൽക്കണത് നോക്കിയേ. എങ്ങനെയാണ് ഇത്രയും, ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ജീപ്പ് കയറ്റാൻ ഓക്കെ, പക്ഷെ ഇത്രയും ലോഡ് വെച്ചിട്ട് ചേട്ടൻ ഈ പാറയുടെ മുകളിൽ ജീപ്പ് കയറ്റി വെച്ചു കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ തകൃതിയായിട്ട് നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിട്ടിയ ചാൻസ് ഒന്നും കളയാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമ്മളിത് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ജീപ്പ് ചേട്ടൻ നമ്മുടെ പാറയുടെ മുകളിൽ നിന്ന് ഇതേ ജീപ്പ് ഇവിടെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. അവിടെ ഉണ്ടായിരുന്ന വേറെ ടൂറിസ്റ്റുകളൊക്കെ ഇതുപോലെ ഈ ജീപ്പിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചേട്ടൻ ഇവിടെ ജീപ്പൊക്കെ ഇറക്കി നമുക്കിനി അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോവാൻ ചേട്ടൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. ചേട്ടാ റൈഡ് എങ്ങനെയുണ്ടായി? ട്രക്കിംഗ് സൂപ്പർ. അബു അടിപൊളി ത്രില്ലിംഗ്. നമുക്ക് ഇനി ഇതേ ഇവിടെ റോഡ് കാണുന്നുണ്ടോ? ഇവിടെ വഴിയുണ്ടോ? അതിൽ കൂടെ പോയിട്ട് പോയി ഇതേ ഇങ്ങോട്ട് ഇവിടെ അല്ലേ, അവിടെ ഒരു നടുക്കൊരു കുഞ്ഞു മല കാണുന്നുണ്ട്. ഇവിടെ അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ള. അങ്ങനെ നമ്മളിപ്പോൾ സെക്കൻഡ് വ്യൂ പോയിന്റിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ ആണെങ്കിലും നല്ല കാറ്റുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ചെന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് കാറ്റില്ല. അത് ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് ഓരോ സീസൺ അനുസരിച്ചിട്ടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെന്ന ദിവസം അത്രയ്ക്ക് അങ്ങോട്ട് കാറ്റുണ്ടായില്ല, എന്നാലും നല്ല രസം ഉണ്ടായിട്ട്. അപ്പോൾ നമ്മളതേ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇതേ നമ്മൾ ഈ പാറയുടെ മുകളിലൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നെല്ലിയാമ്പതിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ട്രക്കിങ്ങിന് വരുമ്പോൾ വരുന്ന ഒരു പോയിൻ്റ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ മൂന്നാമത്തെ വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു കറക്കം കൂടെ കറങ്ങിയിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്തേ ആ ഒരു പാറയുടെ മുകളിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയുണ്ട്. എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നറിയില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ചേട്ടനാണെങ്കിലും ഭയങ്കര ആത്മാർത്ഥമായിട്ട് നമുക്ക് എല്ലാ അഡ്വഞ്ചറസ് സംഭവങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് തരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ടേ.
അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള വഴി. ഇനി അവിടം വരെയും ഇങ്ങനത്തെ വഴി തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പ്രായമായിട്ട് ഇങ്ങനെ നടുവേദന മുട്ടുവേദനയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പപ്പയും മമ്മിയൊന്നും വന്നിട്ടുണ്ടായില്ല കേട്ടോ. കാരണം ഇത്രയും ദൂരം ഇങ്ങനത്തെ റോഡായതുകൊണ്ട്. അപ്പോൾ വഴി അടിപൊളി. ഇങ്ങനത്തെ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ 2.5 മണിക്കൂർ ഇങ്ങനത്തെ റോഡ് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു വഴിയാണ്. അങ്ങനെ നമ്മളിതേ നമ്മുടെ 3ാമത്തെ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെയും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ടൂറിസ്റ്റുകൾ വരാറില്ല കേട്ടോ. അപ്പോൾ ഇതുവരെയാണ് ടൂറിസ്റ്റുകൾ വരുന്ന വ്യൂ പോയിന്റുകൾ. ഇത് 3ാമത്തെ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊരു മലയൊക്കെ ഉണ്ട്, ഒരു കുഞ്ഞൊരു കുന്ന്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, ഭയങ്കര കാറ്റായിരുന്നേ. നല്ല രസമുണ്ട് കേട്ടോ വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ജീപ്പ് എവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളിത് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടാണെങ്കിലും. നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ശരിക്കും. അവക്കോട്ട് നമുക്ക് പോവാം. ഇതിൽ നോക്കിയേ അവളെ ഫോണിൽ നോക്കി. ഇപ്പൊ നോക്കിയേ. ഇവിടെ വന്നിട്ട് നല്ല കാറ്റുണ്ടായിട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി ഇവിടെ നിന്ന് കാണാനായിട്ട്. ചുറ്റും മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ മരി അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അവർക്ക് അയ്യോ ഞാൻ ഇത്രയും കയറിപ്പോയോ എന്ന് തോന്നിയതേ. ഒറ്റ ഓട്ടത്തിനാൾ അതിൻ്റെ മുകളിലെത്തി. പിന്നെ നമുക്ക് അട്ടയുണ്ടോയെന്നൊരു സംശയം ഉണ്ടായിട്ടോ, മഴയൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അട്ടയുടെ കടിയൊന്നും കിട്ടിയില്ല. മരി ഇത് അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. എന്നൊക്കെ അപ്പോൾ ഇത്രയും നേരം നമ്മൾ വന്ന റൂട്ട് നോർമലി ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നൊരു റൂട്ടാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ ഈ സ്റ്റേ ചെയ്യാൻ പോകുന്നൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള വഴി ഇനിയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴി ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെന്നാണ്, 2 3 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണുന്നതല്ല നമുക്ക് സ്റ്റേ ചെയ്യേണ്ടത്. അവിടെ നിന്ന് പിന്നെയും നമുക്ക് കുറേ അകത്തോട്ട് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ആ റൂട്ടിലോട്ട് നമ്മളിപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ അറിയുന്നടി അപ്പോൾ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഇവൻ്റെ ഏതാണ്ട് കോസ്റ്റലൊക്കെ കാണിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. പക്ഷേ നല്ല അടിപൊളി വൈബായിട്ടുണ്ട് കേട്ടോ. റോഡ് നിങ്ങൾ കാണുന്നില്ലേ.
അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചുകൂടി അകത്തോട്ട് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു റിസോർട്ട് ഇതാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൽബർട്ട് ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ നല്ല റിസോർട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള വഴി. ഇപ്പോൾ നല്ല കാടിൻ്റെ അകത്തോട്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വഴിയിലൊക്കെ ആനകളൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഈ മുളങ്കൂമ്പൊക്കെ ആന തിന്നിട്ട് ബാക്കി കിടക്കുന്നത് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആന നടന്നു പോയിട്ടുള്ള ഒരു പാട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ജസ്റ്റ് കുറച്ച് നേരത്തെ പോയതായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാടുകൾ അതുപോലെ ആനപ്പിണ്ടൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ കണ്ടു കേട്ടോ. എന്തും പറയാം. എനിക്കറിയില്ല ചേച്ചി, നിങ്ങൾക്ക് അത്രയും കിട്ടുന്നു എനിക്കറിയില്ല. അല്ല വീഡിയോയില് ഇത്രയും ഡേഞ്ചർ കാണുന്നില്ല. ഒടിയുന്നില്ല. ഒന്ന് കൂവി നോക്കട്ടെ, എക്കോ പോയിന്റ് ആണ്. ആനയൊന്നും വരത്തില്ല. ആന എന്തോ ചെളിയുടെ മണമുണ്ട്. ആന വരച്ചിരിക്കുന്ന സ്ഥലമാണിത്. ഫ്രഷാട്ടോ, നല്ല മണമുണ്ട്. സ്പ്രേ അടിച്ചിട്ട് ചെളി സ്പ്രേയുടെ തുരങ്കമാണ്. തുരങ്കം ഇതാ കണ്ടോ, കുറച്ച പോലെയല്ലേ. നമ്മളിപ്പോൾ കണ്ട ഈ സ്ഥലമില്ലേ, ആന ഇങ്ങനെ വന്നിട്ട് ആനയുടെ ദേഹം ഇങ്ങനെ ഉരയ്ക്കുന്ന സ്ഥലമാണെന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഭയങ്കര തേച്ച് മിനുക്കിയ പോലെ ഉണ്ട് കേട്ടോ. അവിടെ പുല്ലൊന്നും ഇല്ല, ഭയങ്കര തേച്ച് മിനുക്കിയ പോലെയാണ് അവിടുത്തെ ആ ഒരു സ്ഥലം ഉള്ളത്. അപ്പോൾ ആന എപ്പോഴും വന്നിട്ട് അവരുടെ ഇങ്ങനെ ദേഹം ഉരയ്ക്കുന്ന സ്ഥലമാണ് അതെന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മളത് കണ്ടിട്ട് ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. ഓർഡർ എന്നാ പറയുന്നത്. 8 പോലെ അതെ, ഫ്രഷ് കാണുന്നുണ്ടോ വണ്ടിയുടെ അടിയിൽ കിടക്കുന്നു. എടി ഫ്രഷ് ഇതിവിടെ നോക്കടി, ചവിട്ടി പോയേക്കണേ. മണമുണ്ട്. അങ്ങനെ 2.5 മണിക്കൂറുള്ള നമ്മുടെ ഈ ഒരു ട്രക്കിംഗ് യാത്ര കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വേറെ റിസോർട്ട് പോലത്തെ സൗകര്യങ്ങളൊന്നും ഇവിടെ സ്റ്റേ ചെയ്യാണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ സൂപ്പറായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് സൗകര്യങ്ങളില്ലെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ രാത്രി ആയപ്പോൾ എന്തെങ്കിലും അനിമൽസിനെയൊക്കെ കാണാമെന്നും പറഞ്ഞിട്ട് നമ്മളിതേ ചേട്ടൻ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ നമ്മൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായി കേട്ടോ. അതേ ഐസ് പാക്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് കിച്ചൺ, ഇതാണ് നമ്മുടെ ചേട്ടൻ. ആ റെഡ് ടീഷർട്ട് ഇട്ടതാണ് കേട്ടോ അവിടുത്തെ ചേട്ടൻ. അപ്പോൾ അടുക്കളയൊക്കെ ഫുൾ വിറകിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗ്യാസ് സ്റ്റൗവും സംഭവമൊന്നും ഇല്ല, വിറകിലാണ് കുക്ക് ചെയ്യുന്നതൊക്കെ കേട്ടോ.
അപ്പോൾ അവിടുത്തെ ചേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ ഇതെല്ലാം മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ മുളക് തേച്ച് വെച്ചിട്ട് വേണം നമുക്കിനി നൈറ്റ് റൈഡിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനിമൽസിനൊക്കെ കാണണ്ടേ. അങ്ങനെ നമ്മളിതേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താവും നമുക്ക് കണ്ടറിയാം. റിമോട്ട് കൺട്രോൾ ഒക്കെ പറയാ. സാരമില്ല, പൈസ കിട്ടും 10 ലക്ഷം രൂപ. ഓ അതൊക്കെ പഠിച്ചു വെച്ചിട്ടാണോ വന്നേക്കണേ? ഫ്രണ്ട്സിന്റെ പുറത്തുണ്ടോ? എന്താണ് ഇവിടുത്തെ ചാടി രക്ഷിക്കില്ലേടി? അങ്ങനെ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആനിമൽസിനെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ആനേനെ കാണാൻ പറ്റും, കാട്ടുപോത്ത് കാണാൻ പറ്റും, മ്ലാവ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കാം എന്തൊക്കെ ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും എന്നറിയില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ള സംഭവം. അപ്പോൾ ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. വേറെ ആരുമില്ല, ഇരുട്ടത്ത് നമ്മുടെ വണ്ടി മാത്രം ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായേ. നമ്മൾ അനിമൽസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയതെങ്കിലും എൻ്റെ പ്രാർത്ഥന ഫുൾ ഒന്നിനെയും കാണല്ലേ എന്നായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്കും പേടിയായിരുന്നേ. ദൈവമേ, നല്ല ആനി വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് എന്ത് ചെയ്യുന്നു അത്ര എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ചേട്ടി ചേട്ടി ചിരിക്കണ്ട ചേട്ടി, പേടിത്തൂറ ആനയോ? എന്തായാലും പോകുമ്പോ ഒന്ന് സാധ്യതയുണ്ട്, സംശയമില്ല. സമയത്ത് ആ മുളങ്കാട്ടില്ലേ, മുളങ്കാട് രണ്ട് മണ്ണില്ലേ, ഇതൊക്കെ അവിടെ കാണാൻ സാധ്യതയുണ്ട്. പൊള്ളാച്ചേരി പോകാൻ എളുപ്പമില്ലേ? പൊള്ളാച്ചേരി പോകണമെങ്കിൽ ഒരുപാട് കിലോമീറ്റർ പോകണം. നമ്മള് തന്നെ നമ്മൾ ഒരു 1/2 മണിക്കൂർ മുമ്പ് പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ്. അല്ല, ഞാനത് പിന്നെ വിചാരിച്ചു. ചിലപ്പോ അങ്ങ് തിരിച്ചു വരുമ്പോ ചിലപ്പോ ക്രോസ് ചെയ്ത പണിയുണ്ട് കൊച്ചുങ്ങളുള്ള കാരണം. എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതായാലും ഞാൻ പോവാം. നിങ്ങൾക്ക് എല്ലാം ഇതാണെങ്കിൽ എനിക്ക് പോകാൻ എവിടെ വേണം പോവാം. ചേച്ചി ഇത് ഓക്കെ. കാണുണ്ടോ? അങ്ങനെ നമ്മളിതേ നമ്മുടെ ട്രക്കിംഗ് അല്ല നൈറ്റ് സഫാരി കഴിഞ്ഞ് ദേ ഇവിടെ തിരിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി പേടിച്ച് വിറച്ചു എന്നല്ലാതെ നമ്മൾ വേറെ അനിമൽസിനൊന്നും കണ്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ നമ്മളൊരു മ്ലാവിനെ കണ്ടു കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് അത് ഓടിപ്പോയി. നല്ലൊരു അടിപൊളി ഒരു മ്ലാവിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടോ. അങ്ങനെ അതേ നമ്മുടെ ഫെൻസിങ്ങിൻ്റെ ആ ഒരു സംഭവമൊക്കെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ ഇലക്ട്രിക്കാണ് കേട്ടോ. അപ്പോൾ വേറെ അനിമൽസ് ഒന്നും നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫെൻസ് കഴിഞ്ഞിട്ടും പിന്നെ കുറച്ച് ഉള്ളിലോട്ട് പോകാനുണ്ട് കേട്ടോ. ഒരു 300 മീറ്റർ അകത്തോട്ട് പോകാനുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട്. അങ്ങനെ നമ്മളിതേ അങ്ങോട്ട് പോയി. ഇനി നമുക്ക് നമ്മുടെ ബാർബിക്യൂ പരിപാടികൾ, ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഫുഡ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്ത് തരും. അപ്പോൾ അതല്ലാതെ നമ്മളിതേ ഇവിടെ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ക്രിസ്റ്റഫർ ടിജെ എങ്ങനെയുണ്ട്? ആനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിജോ എനിക്ക് വന്നപ്പോൾ പണിയല്ലേ, മീൻ കുത്താക്കുന്നു, മസാല തേക്കുന്നു, നിങ്ങൾ ഫുൾ എനിക്ക് ഞാൻ ഇവിടുത്തെ കുശിരിക്കാറ്. ഒരു ദിവസമല്ലേ? അപ്പൊ അവിടുത്തെ ചേട്ടനോ? കുശിനീത്ത ചേട്ടൻ ചേട്ടൻ്റെ ഹെൽപ്പർ ആ പണിയെല്ലാം എന്താ മിക്സിയെല്ലാം കൊടുത്താണ് ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് പരിചയം എല്ലാം. അപ്പോൾ നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ഫിഷും ചിക്കനൊക്കെ നമ്മൾ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഇവിടുത്തെ കിച്ചണിൽ 2 ചേട്ടന്മാരുണ്ട്. അപ്പോൾ ചേട്ടന്മാർ നമുക്ക് കുക്ക് ചെയ്ത് തരും നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ. അതല്ലാതെ പാക്കേജിനകത്തുള്ള ഫുഡ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക. ഉണ്ണിയില്ല ഉണ്ണി കുളിക്കില്ല. ഞാൻ ഒരു മുരുകന്മാരുന്നോളാം. പണി എടുക്കേണ്ടത് അന്താക്ഷരി ജയിക്കുന്നവർക്ക് ഇനി ഓക്കെ തുടങ്ങിക്കോ. കാവിലെ പാട്ട് മത്സരം. നിലാവിൻ ഇത് ഒരു വട്ടപ്പാത്രം ഉണ്ടായില്ലേ, പുറത്ത് പോകും കാല് പോയാ. അപ്പൊ ഇതിന്റെ ഇടയിൽ മരിയാൻറ്റി നൈസായിട്ടൊന്ന് വീണിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മൂസൊക്കെ ആണെങ്കിൽ പേടിച്ച് വിറച്ചിരിക്കുകയാണ് കേട്ടോ. അമ്മൂന് പേടി വണ്ടിനൊക്കെയാണ്. ആന വന്നാലും പുലി വന്നാലും ഒന്നും പേടിയില്ല. കൊതു, വണ്ട്, ഉറുമ്പ് ഇതൊക്കെയാണ് അമ്മൂസിന് പേടിയുള്ള സംഭവം. അപ്പോൾ നമ്മളിതേ ബാർബിക്യൂ ഒക്കെ ചെയ്ത് നല്ലൊരു ശരിക്കും നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിട്ടോ. ഇതെല്ലാം ഇങ്ങനെ ആക്കിയത് ഈ ഒറ്റ ഒരാളാണ്. ഈ ഒറ്റ ഒരാൾ ഇത് ഫുള്ളും തിന്നാ ഞാനാ. ഇവനാണ് തിന്ന ആക്രാന്തപ്പെടൻ. ഇതൊക്കെ ഞാൻ ഇതുപോലെ ഇടുണ്ടാ. ഇത് ഞാൻ ഒന്നും വോയിസ് ഓവർ കൊടുക്കില്ല. ഇത് തലയും കുത്തി വീണ്. യു നോ ഗൈസ്. ഇതായിട്ടാ മീനായോ നോക്കണം. പ്ലേറ്റ് ഉണ്ടോ? ഇത് ക്ലീൻ ആക്കിയതിലേക്ക് ഇടാം. അങ്ങനെ ബാർബിക്യൂ ഒക്കെ ചെയ്ത് നമ്മളവിടെ ഇരിക്കുകയാണ്. ഇപ്പം എന്തേ പുറത്തോട്ട് നോക്കി ഫുൾ ഇരുട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പേടി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ. ഇല്ല കഴിക്കണ്ടേ നമുക്ക്. ഞാൻ തന്നെ